ബ്ലസ്സി സാറ് ഹാറ്റ്സ് ഓഫ്. എന്തായാലും ഒരു ഇന്റർനാഷണൽ ലെവൽ വരെ നമ്മളുടെ ഈ മലയാളം ഫിലിം ചർച്ച ചെയ്യപ്പെടണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. പൃഥ്വിരാജ് ശരിക്കും ഞെട്ടിച്ചു. അത് നമ്മൾ കണ്ടതൊന്നും അല്ല, ഫിലിം കാണണം എങ്കിലേ ആ ട്രാൻസ്ഫോർമേഷൻ ശരിക്കും അറിയാൻ പറ്റും. നല്ല ഫിലിം, കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. ഒരു ഗൾഫ് ജീവിതത്തിൻ്റെ ഒരു കാഴ്ചയാണ് മൊത്തം. പിന്നെ ഗൾഫ് ജീവിതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ആ മരുഭൂമിയിൽ പെട്ടുവന്ന ഒരു അവസ്ഥ, ആ ദയനീയത വളരെ വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ദുഃഖം തോന്നുന്ന രീതിയിലുള്ള, കണ്ണ് നിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ്. എല്ലാം ഇഷ്ടമായി. പൃഥ്വിരാജിൻ്റെ അഭിനയം നല്ല സൂപ്പറായിരുന്നു. വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ, ബോഡി ട്രാൻസ്ഫോർമേഷൻ. അയ്യോ, അത് വിചാരിക്കാൻ വയ്യ. അത് ഒറിജിനാലിറ്റി കാണിച്ചെന്ന്, നേക്കഡായിട്ടുള്ള ബോഡി കണ്ട് ആളുകളെ കാണിച്ചു കൊടുത്തു. അപ്പോഴാ രൂപം എത്ര വ്യത്യാസം എന്നുള്ളത് ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അല്ലാതെ അതിൻ്റെ പുറത്ത് കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരുന്ന പലരും തെറ്റിദ്ധരിക്കും. അത് ആ ഒറിജിനൽ ബോഡി കാണിച്ചപ്പോൾ ആ ഉള്ള ആളിൻ്റെ വ്യത്യാസം അതിനൊക്കെ നല്ല സമ്മതിച്ചേ പറ്റുള്ളൂ. ഇത്രയും ചേഞ്ച് വരുത്തി ഒരു സിനിമയിൽ അഭിനയിച്ചതിന് നല്ല സീനുകൾ, അതിൽ ഒന്നും മാറ്റി വയ്ക്കാനില്ല. അടിപൊളി നല്ല സൂപ്പർ. ആക്ടിങ്ങും മേക്കിങ്ങും എല്ലാം, പിന്നെ മ്യൂസിക്കും കിട്ടില്ല. ബ്ലസ്സി സാറ് ഹാറ്റ്സ് ഓഫ്. ഫുൾ ക്രോ അതായത് ഒരാളുടെ ഡെഡിക്കേഷൻ പോലും എടുത്ത് പറയാം. രാജുവേട്ടൻ ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, പക്ഷേ എല്ലാ ക്രൂ ഒരുപോലെ നിന്നുകൊണ്ടാണ് ഇങ്ങനൊരു ഫിലിം നോക്കി കിട്ടിയതെന്ന് പറയാം. ഒരുപാട് അവാർഡ് വിന്നിങ്ങിന് ഓപ്ഷൻ ഉണ്ട്. രാജുവിൻ്റെ ഡെഡിക്കേഷൻ ലെവലൊക്കെ വെറും മാസ്. മസ്റ്റ് വാച്ച് സിനിമയാണ്. നോവൽ വായിക്കുമ്പോൾ കിട്ടുന്ന അതേ ഫീലാണ് സിനിമയിലൂടെ കിട്ടുന്നത്. ഒന്നും പറയാനില്ല, കിട്ടുന്ന സിനിമ. സെക്കൻഡ് ഹാഫൊക്കെ ഒരു രക്ഷയില്ല, സൂപ്പർ സിനിമ. മ്യൂസിക്കൊക്കെ സൂപ്പർ. നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ പിന്നെ ഒരു ഇതായിട്ട് തോന്നുമെങ്കിലും പക്ഷേ സിനിമയായിട്ട് നല്ല ബ്ലെൻഡായിട്ട് കിടിലമായിട്ട് സൂപ്പറായിട്ട് റഹ്മാനൊക്കെ കിടില. ഒന്നും പറയാനില്ല, എല്ലാ മേഖലയും തൂത്തുവാരിയിട്ടുണ്ട്. സൂപ്പർ സിനിമ. ഫിലിം കൊള്ളാം ബ്രോ. നല്ല ഇതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു എങ്ങനെ നോക്കിയാലും ഒരു ഓസ്കാർ ലെവൽ ഐറ്റമാണ്. ഇപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു പടമാണ്. ഇപ്പോൾ മ്യൂസിക് ആണെങ്കിലും, ഇപ്പോൾ ആർട്ട്, മേക്കിങ്, പിന്നെ ഇപ്പോൾ പെർഫോമൻസ് ലെവൽ എല്ലാം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. എങ്ങനെ നോക്കിയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും മസ്റ്റായിട്ട് പോയി കാണേണ്ട ഒരു പടം തന്നെയാണ്. ഇപ്പോൾ ഈ പടം എന്തായാലും ഒരു ഇൻ്റർനാഷണൽ ലെവൽ വരെ നമ്മളുടെ ഈ മലയാളം ഫിലിം ചർച്ച ചെയ്യപ്പെടണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. പൃഥ്വിരാജ് ശരിക്കും ഞെട്ടിച്ചു. ഒന്നും ഇതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ വിട്ട് മാറില്ല. ട്രാൻസ്ഫോർമേഷൻ അത് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയതാ. സെക്കൻഡ് ഹാഫിലൊക്കെ ആ ട്രാൻസ്ഫോർമേഷനും ആ ബോഡിയൊക്കെ കണ്ടിട്ട് ശരിക്കും കരഞ്ഞു. അത്ര അടിപൊളിയാണ്. കാരണം ഒത്തിരി ആ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ചെയ്തതിൻ്റെ റിസൾട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഓവർ ഹൈപ്പ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഒരിക്കലും ഓവർ ഹൈപ്പ് അല്ല, ഹൈപ്പ് തന്നെ ഇല്ലെന്ന് തന്നെ പടം കണ്ടിറങ്ങുമ്പോൾ തോന്നുന്നു. അത്രയ്ക്കും സൂപ്പറാണ്. നാഷണൽ അവാർഡിൽ കുറഞ്ഞ ഒന്നും തന്നെ കിട്ടാനില്ല. അത്രയും അടിപൊളി. വിഷ്വൽസും ക്യാമറ എടുത്തു പറയേണ്ടതാണ്. ഏറ്റവും മികച്ച വിഷ്വൽസും ക്യാമറയും തന്നെ. റഹ്മാൻ്റെ മ്യൂസിക് ആണെങ്കിലും സൂപ്പറാണ്. പടത്തെ പറ്റി ഒരു 10 10 മാർക്കും കൊടുക്കും. അത്രയും കിടിലം എക്സ്പീരിയൻസും തിയേറ്റർ എക്സ്പീരിയൻസും ഉണ്ട്. എടുത്തു പറയാൻ ടെക്നിക്കലി എല്ലാം സൗണ്ടാണ്. സിനിമാറ്റോഗ്രാഫി ആയാലും മ്യൂസിക് ആയാലും. പിന്നെ പൃഥ്വിരാജ് പറഞ്ഞ ഒരു കവർട്ടഡ് ഫിലിം മേക്കറിൻ്റെ എല്ലാ ഇതും ആ പടത്തിൽ കാണാനും ഒരു ടെക്നിക്കലി നല്ല സൗണ്ടാണ്. പിന്നെ ഇൻ്റർനാഷണലി മലയാളത്തിൻ്റെ ഒരു സിനിമയാണെന്ന് കാണിക്കാൻ പറ്റിയൊരു നല്ല സിനിമ. ഭയങ്കര ഇമോഷണലാണ്. പക്ഷേ പൃഥ്വിരാജിൻ്റെ ഒരു താണ്ഡവം തന്നെയാണ്. പുള്ളിയുടെ ആക്ടിങ് ലെവൽ ഇതുവരെ ഒരു പടത്തിൽ ഇത്രയും ഒരു ആക്ടിങ് കണ്ടിട്ടില്ല. മനോഹരമായിട്ടുള്ള ആക്ടിങ്. അതുപോലെ തന്നെ ഗോകുലിൻ്റെ ആക്ടിങ് ഭയങ്കര മനോഹരമായിട്ടുണ്ട്. റഹ്മാൻ്റെ മ്യൂസിക് ഇതും കൂടെ വന്നപ്പോൾ ഇത് ഇമോഷണൽ ഇതെല്ലാം കൂടെ ആയപ്പോൾ നമ്മൾ ഗ്രാബ് ചെയ്തിരുത്താണ്. ഓരോ സ്ക്രീനിലും അത്രയും മൈന്യൂട്ടായിട്ട് ബ്ലസ്സി പോയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ 15 വർഷത്തെ എഫേർട്ട് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഓരോ സ്ക്രീനും അത്രയും മൈന്യൂട്ടായി സ്റ്റഡി ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അത്രത്തോളം നമ്മൾ ഗ്രാബ് ചെയ്തിരുത്തുന്നുണ്ട്. രാജുവേട്ടൻ്റെ ഡെഡിക്കേഷൻ ലെവലിൽ ഒന്നും പറയാനില്ല. നമ്മൾ മലയാള ഇൻഡസ്ട്രിയിൽ ആരും ഈ ഒരു എഫേർട്ട് എടുത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഹാറ്റ്സ് ഓഫ് ടു ഹിം. എന്തായാലും നല്ലൊരു മൂവിയാണ്. തിയേറ്ററിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഈ ഒരു എഫേർട്ട് പുള്ളി ഇട്ടേക്കുന്നതിൻ്റെ എന്തായാലും പോയി കാണണം എന്നാണ് പറയാനുള്ളത്. പൃഥ്വിരാജിൻ്റെ ആക്ടിങ് ആയാലും പുള്ളിയുടെ കൂടെ ഒരു ക്യാരക്ടറുണ്ട്, ഹക്കീം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ആ പുള്ളിയുടെ അഭിനയം സെറ്റായിട്ടുണ്ട്. പിന്നെ സൗണ്ട് ഡിസൈനിങ്, പടത്തിൻ്റെ സൗണ്ട് ഡിസൈനിങ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ കഴിവ് നമുക്കെടുത്ത് നല്ലതായിട്ട് അറിയാൻ പറ്റുന്ന വിഷയം. ട്രാൻസ്ഫോർമേഷനൊക്കെ എങ്ങനെയാണ്? ട്രാൻസ്ഫോർമേഷൻ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. കാണുമ്പം നമ്മൾ കണ്ടതൊന്നും അല്ല, ഫിലിം കാണണം എങ്കിലേ ആ ട്രാൻസ്ഫോർമേഷൻ ശരിക്കും അറിയാൻ പറ്റും. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.